ഞാനിപ്പോൾ നിൽക്കുന്നത് രാജ്യത്തെ ആദ്യത്തെ E85 പെട്രോൾ പമ്പിലാണ്. അതായത് ഇന്ത്യൻ ഓയിലിൻ്റെ പുസാർ റോഡിലെ പമ്പാണ്. ഇവിടെയാണ് ഈ 85% എഥനോൾ കലർന്ന പെട്രോൾ ആദ്യമായി രാജ്യത്ത് വിൽക്കുന്ന പമ്പ് ആരംഭിച്ചിരിക്കുന്നത്. ഈ ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സാധാ പെട്രോളിനെ അപേക്ഷിച്ച് ലിറ്ററിന് 20 രൂപ കുറവാണ് ഈ എത്തനോൾ കലർന്ന പെട്രോളിന്. സാധാ പെട്രോളും ഈ E85 എന്ന എത്തനോൾ കലർന്ന പെട്രോളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നമുക്ക് കിട്ടുന്ന നോർമൽ പെട്രോളിന് 10 മുതൽ 20% വരെയാണ് എത്തനോൾ ഉണ്ടാവാറ്. എന്നാൽ E85-ൽ 15% മാത്രമേ പെട്രോൾ ഉള്ളൂ, ബാക്കി മുഴുവൻ എത്തനോൾ ആണ്. ഇനി പെർഫോമൻസിലുള്ള വ്യത്യാസം നോക്കുവാണെങ്കിൽ E85-ൽ ഒക്ടേൻ റേറ്റിംഗ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൈ ടോർക്ക് തരും. അത് മാത്രമല്ല E85-ന് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ സ്പെഷ്യലി ഡിസൈൻഡ് അല്ലാത്ത എഞ്ചിൻ ആണെങ്കിൽ മെറ്റൽ ഭാഗത്ത് തുരുമ്പുണ്ടാവുകയും അത് വണ്ടിയുടെ ടോട്ടൽ ലൈഫ് സ്പാനെ കുറയ്ക്കുകയും ചെയ്യും. ഇത് സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ ഇത് ന്യൂഡൽഹിയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചറിൽ മറ്റ് പൊതുമേഖലാ എണ്ണ കമ്പനികളായ HPCL-ഉം BPCL-ഉം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇത് ആരോടും നിർബന്ധമായിട്ട് അടിക്കാൻ സെൻട്രൽ ഗവൺമെന്റും പറയുന്നില്ല. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത വണ്ടികളിൽ ഉപയോഗിച്ചാലും മതി. എന്നാൽ നമ്മൾ സാധാ പെട്രോൾ എഞ്ചിനിലേക്ക് ഉപയോഗിച്ചാൽ ചുരുങ്ങിയ കാലയളവിൽ ദോഷകരമായി ഒന്നും ഉണ്ടാവില്ല. ദീർഘവീക്ഷണത്തിൽ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഔട്ട്ലെറ്റിൽ മാത്രമായി തുടങ്ങിയിരിക്കുന്ന E85 ഭാവിയിൽ കൂടി വരികയും നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ ഒരു പോയിന്റിൽ കുറയുകയും ചെയ്താൽ നമ്മൾ E85 നിർബന്ധിതമായി വാങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ഒരേ ഔട്ട്ലെറ്റിൽ E85-ഉം സാധാ പെട്രോളും വരുമ്പോൾ പൈസയുടെ കുറവ് കൊണ്ടോ തിരക്കിന്റെ കൂടുതൽ കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ E85 ഉപയോഗിക്കേണ്ട സിറ്റുവേഷനിലേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ E85 നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയുടെ ലൈഫ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. 20 രൂപ കുറയുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 20% സാമ്പത്തിക ലാഭമാണ് നമ്മൾ അവിടെ കാണുന്നത്. വേറെ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ വണ്ടിയുടെ ലൈഫ് ഇനി 80% വരെ ഇനി കിട്ടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.